അങ്ങനെ അതൊക്കെ അറിയുന്നേ. അവള് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാല്ലേ, അടിപൊളി. ശരി ഋതിക മോളെ ടയർഡായോ? ഋതിക മോൾ കമോൺ. ഇതുകൊണ്ടാണോ ബാങ്ക് ഉണ്ടാക്കുന്നത്? ഓ, ഇതുകൊണ്ടാണ് ബാങ്ക് ഉണ്ടാക്കുന്നതെന്നാണ് പറയണത്. സോ ഇതാ ആ കാണുന്നുണ്ട് ഫ്ലാഗ്, മെയിൻ വ്യൂ പോയിന്റ്. അതാണ് അത്. രാവിലെ നല്ല നേപ്പാളിച്ചുകളെ കണ്ടോ? ഹായ്. അരെ ക്യാ ഹുവാ? പക്ഷേ ഷീസ് ക്രൈയിങ്. എന്തോ താളവും മേളവും കേൾക്കുന്നുണ്ട്. ആണ്ട ഊത്ത്. आप देखना दूसरा. ഭയങ്കര സൺലൈറ്റ് ആട്ടോ ഇവിടുത്തെ. സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ടാനടിച്ച് നാശമായിട്ട് അമ്മാതിരി സൺലൈറ്റ് ആവും. ഒന്നാമത് തൃപ്തിയാ. നേപ്പാളിച്ചുകളെ കാണുന്നുണ്ട്. ഇതിനകത്താണ് പോണത്. ഈ ഒരു വണ്ടിയിൽ 15 പേരുണ്ട്. എല്ലാത്തിനും കൂട്ടി. സോ ദിസ് ഈസ് ദാറ്റ് കന്യം എന്ന് പറയുന്ന സ്ഥലം കേട്ടാ. ഇത് സെയിം ലൈക്ക് നമ്മുടെ മൂന്നാർ പോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ മുടിഞ്ഞ തണുപ്പ്, താഴത്തെ പോലല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ മുട്ടം തണുപ്പ്. ഇതെല്ലാം ട്രഡീഷണൽ ഡ്രസ്സസ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഡ്രസ്സ് വേണമെന്ന് ചൂസ് ചെയ്തോണ്ടിരിക്കുക. ഏത് വേണം അപ്പൊ അതാണ് ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Ini ഇത് വേണം ചേച്ചിക്ക്, എനിക്ക് വേണം, എന്നാ വേണം, ചേട്ടന് ഇത് ഡ്രസ് വേണം, ചേട്ടക്ക് ഇത് വേണം, ചേച്ചിക്ക് കുഞ്ച കൈ വേണം. ചേച്ചിക്ക് എന്താ വേണ്ടേ? ചേച്ചിക്ക് ഇത് വേണം, ഇത് വേണം, ചേച്ചിക്ക് ഇത് വേണം, എനിക്ക് നാനേ ഇത് ഓക്കെ ഇത് വേണം. തിമി ഫൈനലി റിമോഡ്. അതെ അതെ അതെ. അവള് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടാ. കൊള്ളാല്ലേ, അടിപൊളി. ഇനിയുണ്ടോ? ഇയറിങ്സ് ഉണ്ടല്ലേ? ഓ ഇതൊക്കെ എനിക്ക് കെട്ടിത്തരുന്നുണ്ട് കേട്ടാ. ഇത് ഒരു മഞ്ഞ തുണിയൊക്കെ കെട്ടുന്നുണ്ട്. അത് ഫോട്ടോ എടുക്കാനായിട്ട് മേലോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടാ. എന്റെ കോലൊക്കെ ഞാൻ കാണിച്ചു തരാം. കോമഡിയാ. എന്റെ മുന്നിൽ ഇടത് വ്യൂ പോയിന്റ് ആയിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? കൊള്ളാം, സൂപ്പർ. നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്ന കോമഡിയാണ് കേട്ടോ. അവർക്ക് നന്നായിട്ട് ചെയ്യുന്നു. ഈ പണ്ടാരും ഒരു താഴോട്ട് പോകുന്നുണ്ട്. ഈ പാൻറ്, ഈ ഫ്ലവർ കുക്ക് ചെയ്ത് കഴിക്കാൻ നല്ലതെന്ന് അവള് പറയുന്നത്. മഹേഷ്മാനെ കണ്ടോ? ഓ ലുക്കാണ്. അവിടെ ഫോട്ടോഷൂട്ടാണ് പരിപാടി കേട്ടതാണ്. ഇവിടെ ഒരുങ്ങി അടിപൊളിയായിട്ട് എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഊട്ടി പോലൊക്കെ തന്നെ ഉണ്ട്. കണ്ട കന്യം. നമ്മുടെ ഒരു ഊട്ടി, മൂന്നാർ ആ ഒരു സംഭവം തന്നെ. പക്ഷെ നേപ്പാളിലെ മൂന്നാർ, അതാണ് വ്യത്യാസം. അടുത്ത മഹേഷ് കേട്ടോ. അതിനോടൊപ്പം നിൽപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ക്ലൗഡി ആയിട്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ഇരുന്ന് കേട്ടാ. ചിലപ്പടേന്നായിരുന്നു. ഈ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ ഇരിക്കണേണ്. ഷാരൂഖ് ഖാൻ പോസ്. ഹൃതിക്കുട്ടിയാണ് എടുത്ത്. ഭയങ്കര രസമുണ്ട് അവിടെ കാണാൻ. പക്ഷെ ഈ വ്യൂ ഉണ്ടോ? അടിപൊളിയല്ലേ. എന്താണ് ഹിമാലയം? ഭയങ്കര അത്ഭുതമാണ്. അത്രമാത്രം ഭംഗിയാണ് ഓരോ സ്ഥലങ്ങളും. വീഴാതെ വേണം താഴോട്ട് ഇറങ്ങാൻ. എന്തോ വിളിച്ചാ മിനി? ഓ മിനി, വീണ് കഴിഞ്ഞാൽ തുണിയുടെ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് വേറെ പോസ്റ്റ് ഒന്നുമില്ല. ട്രൂപ്പിനൊക്കെ ഇറങ്ങുന്നുണ്ട്. ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് റിച്ച് ഫാമിലിയാണ് തോന്നുന്നത്. അയ്യോ അതിന് വയ്യ, ഇപ്പോഴേ വയ്യ അതിന്. സാധനം നിന്ന് ഉറങ്ങുന്നുണ്ടോ? കുതിര നിന്ന് ഉറങ്ങുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിട്ട്. ഇത് ഉറങ്ങുവാണോ വെയിൽ കൊള്ളുവാണോ? കഷ്ടം. റീൽസ് ഷൂട്ട് ചെയ്യുക കേട്ടോ അവിടെ ഇവിടെ. സോ ഇതാ ആ കാണുന്നുണ്ട് ഫ്ലാഗ്. അത് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആണ്. അവിടുത്തെ മോൾ ക്ഷീണിച്ചു. മോൾ ടയർഡായി.
അയ്യോ നേപ്പാൾ ഫ്ലാഗ് കിടന്ന് പറക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല കാറ്റാട്ടോ. ഇവിടെ ക്ഷീണിച്ചു. ഋതിക മോളെ ടയർഡായോ? ഇവിടുന്ന് ഇനിയുണ്ടേ വയ്യ അവർക്ക്. ഇവിടുന്ന് ഇനിയുണ്ട് അങ്ങോട്ട് പോവാൻ. ഓ താഴെ ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. തോട്ടമാണ് മെയിൻ. കോടയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയല്ലേ, ഭയങ്കര രസമുണ്ടാണ്. ഇത് നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. പക്ഷെ ഇത്ര ഇങ്ങനെ തേയിലത്തോട്ടം നേപ്പാളിലുള്ള ഒരു മൂന്നാർ. ഇവിടെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ലൊരു കോട വ്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ കോട ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേണ്. നോക്കി അടിപൊളിയല്ലേ. ചെറിയ ചെറിയ ഉറുമ്പ് പോകുന്ന പോലെ ആൾക്കാർ താഴെ പോവുകയും മേളിലെ കോടയും. ആഹാ എന്ത് കാഴ്ച, എന്ത് മനോഹരമായ കാഴ്ച. ഇതാ കാണുന്ന സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ നേപ്പാളി സ്കൂളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ നടന്ന് പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റ് വാവ്. ടയർഡായില്ലേ? रास्ता नहीं है, ये इधर है. जंप करना पड़ेगा यार. हाँ ऋतिक मोल come on. Ritika yo wow. എടാ ഞാൻ അന്നേ പറയില്ലേ അതാണ് വഴി. അടിപൊളി വ്യൂ. ए विंटर टाइम में वेस्ट बंगाल नगर का ऐसे है ना. विंटर टाइम में विंटर इतना है. ये डन भी है. അതായത് ഇവരുടെ നാട്ടില് വിന്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെ, ഇത് തന്നെ ഇവരുടെ നാട്ടില്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ മഹേഷിന്റെ വീടിന്റെ ഒരു സൈഡിൽ ആ ഒരു ലൊക്കേഷനൊക്കെ ഇത് തന്നെ. എന്നിട്ട് ഈ വിന്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ തണുപ്പും നല്ല കോടയും കിട്ടും. അവർ ഓൾറെഡി ഇതൊക്കെ കണ്ടാണ്. പിന്നെ നമ്മളിപ്പോൾ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മെയിൻ ഈസ്റ്റ് സൈഡിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കന്യം എന്ന് പറയുന്നത്. അങ്ങനെ നിരന്ന ഷോപ്പുകളിൽ നമുക്ക് പാനിപ്പൂരി അങ്ങനെ പല പല ഫുഡുകളുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾക്കാരെല്ലാം ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഷോപ്പും ഒക്കെ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന എല്ലാ ടാക്സികളാണ് കേട്ടോ. ഇപ്പോൾ താഴെ അതായത് ഈ നോർമൽ പ്ലേസ് ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള പ്ലേസുകളുണ്ടല്ലോ, ടൗൺ ഏരിയ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടികളും ടാക്സികളും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. എന്തോ കോട ഉണ്ടോ, ലാൻഡ് സ്ലൈഡിൻ്റെ കേട്ടോ ആ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് തോന്നും. അപ്പൊ ഇതിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണ്. ഇവിടെ നിന്ന് വീടുകൾ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ചെറുതാണ് ഇവിടെ നിന്ന് കാണുന്ന വീടുകളൊക്കെ. ഇവിടെ നമുക്ക് വലിപ്പം മനസ്സിലാവും. അങ്ങ് ദൂരെ കണ്ട വീടുകളൊക്കെ ഭയങ്കര പൊട്ടായിട്ട് വീടുകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ പവർ എങ്ങോട്ടാ പോയെന്ന് നോക്കിയാൽ ഇവിടെ ലൈൻസ് ഉണ്ട്. അത് ശരി, ഫോട്ടോക്ക് ചെയ്യാ. അങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കറണ്ട് നേരെ ആ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്രയും നീളത്തിൽ കറണ്ട് വലിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. വണ്ടി കയറാനോ? ഓക്കെ, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതിന്റെ പേര് ജോൽ മോമോ എന്നാണ്. ഞാൻ നോർമൽ ചിക്കൻ മോമോസ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ഫോർ മൈ ഫസ്റ്റ് ടൈം. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലല്ല ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് അവരുടെ വണ്ടിയിലോട്ട് കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ ബോർഡ് കണ്ടിട്ട് അങ്ങനെ പോയി കയറുമല്ലോ. ഇവിടെ അങ്ങനെയല്ല, പുറകിൽ നടന്ന് വിളിക്കും വണ്ടി കയറാൻ വേണ്ടി. അപ്പോൾ ഇത് നേപ്പാളിലെ ഒരു ഹിന്ദു ടെമ്പിളാണ്. ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം
ഇവിടെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, അങ്ങനെ കുറേ ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ ടെമ്പിൾ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തോ ഇത് 14 years before this അറിയോ എന്തോ ദിയ എന്തോ ദിയ മീ ബൈ na before time കേരള ഓ വിളക്ക്. ഇത് ഫയർ 14 years before Delhi no not stop കത്തിക്കുമായിരുന്നോ? 14 years before not stop 40 40. bang bang ഇത് ഓ ഇതുകൊണ്ട് ബാങ്ക് ഉണ്ടാക്കുന്നതെന്നാണ് പറയണത്. നമ്മൾ അമ്പലത്തിനകത്ത് ചെരുപ്പിട്ടുണ്ട് കയറില്ല, പക്ഷെ ഇവര് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. പ്രതിഷ്ഠ ഇരിക്കുന്നിടത്ത് മാത്രം ചെരുപ്പിടാതെ ബാക്കിയിടത്ത് ചെരുപ്പ്. ധാരാളം പ്രാവുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിലെ 5 മണിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 5 മണിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇരുട്ടായി. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇവിടെ ശ്രീബുദ്ധന് ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ശ്രീബുദ്ധന് ഡ്രാഗനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ഡ്രോയിങ്. ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ശരിക്കും, ഹിന്ദു ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഇവിടുത്തെ ശ്രീബുദ്ധൻ ഹിന്ദുവാണ്, എന്നാൽ ബുദ്ധിസ്റ്റുമാണ്. 2 റിലീജിയനുണ്ട്. ഹിന്ദുക്കളും ആരാധിക്കുന്നുണ്ട് ശ്രീബുദ്ധനെ. അടിപൊളി ട്രാക്ക്. How was the trip? It's good. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു ഗുയിസ്? ഓടാ പട്ടി. എന്താ? So good, but very tired. വെരി ടയേർഡ്. മഹേഷേ എങ്ങനെയുണ്ടായിരുന്നു? മഹേഷ് ഈസ് വെരി ടയേർഡ്. बहुत tired हुआ है ना मैं आदिमोने അങ്ങനെ അതൊക്കെ അറിയുന്നേ. मैं इधर ही ये पूछ रहा है, यहीं पे आदि तो जा रहा है घर अभी. मैं हाँ महेश करना महेश. हाँ महेश. पहले मैं भेड़िया दिखता था ना ऐसे सामने क्लास तक में. हाँ कृतिका. Yes. My friend, very tired. Face is very small. कैसे हो ये जर्नी? Try face. कैसे अच्छा लगा? പക്ഷെ ആർക്കും വയ്യ കേട്ടോ, എല്ലാരും ടയർഡായി. अच्छा है बदन. അച്ചാറോ? अचार नहीं, अच्छा है. അച്ഛാ ഹേ. അതെ, ഇവിടെ അടുത്താട്ടോ വീട്, കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.